സാമുദായിക ശക്തീകരണ ഒരു സമ്മേളനവും മഹാറാലിയുമാണ് നമ്മൾ നടക്കുന്നത്. ഏകദേശം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം അതോടൊപ്പം തന്നെ കർഷകർ നേരിടുന്ന പല പ്രശ്നങ്ങളും വിഷയങ്ങളിലും ഉയർത്തിക്കാട്ടിയാണ് കത്തോലിക്ക കോൺഗ്രസ് ഈ മഹാറാലിയിൽ ഇപ്പോൾ നിൽക്കുന്നത്. എങ്ങനെയാണ് ഈ രണ്ട് വിഷയങ്ങളെ കാണുന്നത്? ഈ മലബാറിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക പ്രശ്നങ്ങളാണ് ഞങ്ങൾക്ക് പ്രധാനം. കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും തൊഴിൽ കൃഷിയാണ്. ആ കൃഷി രംഗം തീരെ തകർന്നടിഞ്ഞ നിലയിലാണുള്ളത്. ജീവിക്കാൻ പറ്റാത്ത നിലയിലായി പോയിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ മക്കൾ കൃഷി എന്ന തൊഴിൽ ഉപേക്ഷിച്ച് മറ്റു മേഖലകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാർഷിക സംസ്കാരം നിലനിർത്തണമെന്നാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം. രണ്ട്, കൃഷി മാത്രമല്ല, നമുക്ക് ഇടപെടാവുന്ന എല്ലാ മേഖലകളിലും നമുക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി തരണം. ഈ സമുദായം ശക്തീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും ഒരു നന്മയാണെങ്കിൽ എനിക്കാദ്യം ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ ഒരു നന്മ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ആരോഗ്യ ശക്തി ആദ്യം വീണ്ടെടുക്കുക, അത് നിലനിർത്തുക. അതിനുശേഷമാണ് നമുക്ക് നന്മ പ്രവർത്തികൾ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിനുള്ള സാഹചര്യം, അതിനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് ഒരുക്കി തരണമെന്നാണ് ഈ സമുദായത്തിന് ആവശ്യപ്പെടാനുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്ക് നിൽക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളോട് എന്താണ് പറയാനുള്ളത്? എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പറയുന്നത്, ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിയുണ്ട്. ഞങ്ങളുടെ ബുദ്ധി അനുസരിച്ച് ഞങ്ങൾ വോട്ട് ചെയ്യും. ഞങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരെയും ഇന്നുവരെയുള്ള പ്രവർത്തനങ്ങൾ, ഞങ്ങൾക്ക് തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ അതെത്ര പൂർത്തീകരിച്ചു, ഇനി നിങ്ങൾക്ക് എത്ര പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള വിലയിരുത്താനുള്ള ശേഷി സമുദായത്തിലെ ഓരോ അംഗങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഓരോരുത്തരും അത് വിലയിരുത്തി വോട്ടും ചെയ്യും. ഞങ്ങളുടെ കൃത്യമായ നിലപാടുകളുണ്ടായിരിക്കും. അത് ഈ സമുദായം ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു നിലപാടായിട്ടായിരിക്കും ഈ ഇലക്ഷനിൽ അത് പ്രതിഫലിക്കുക. ഓക്കെ, താങ്ക് യു. എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ശക്തമായ താക്കീതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ വരുന്നത്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട്, ഞങ്ങളുടെ ബുദ്ധി ഞങ്ങൾ ഉപയോഗിക്കും. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചു വരുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് ഞങ്ങൾ മനസ്സിലാക്കും. ഇനി ഞങ്ങൾക്കൊക്കെ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. അത്തരത്തിൽ ബുദ്ധി ഉപയോഗിച്ചായിരിക്കും ഇനി ഈ സീറോ മലബാർ സമുദായം ഇനി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക എന്ന ഒരു ശക്തമായ താക്കീതാണ് രാഷ്ട്രീയ നേതാക്കൾക്ക് അദ്ദേഹം നൽകുന്നത്.